മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, താങ്കൾ മനസ്സിലാക്കി കാണും, അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനമാണ് തൊഴിൽ പീഡനം എന്ന പേരിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വളരെയധികം ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ്, സർക്കാരിന് ഏത് രീതിയിലാണ് ഇതിൽ ഇടപെടാൻ സാധിക്കുക? സർക്കാർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഒരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലപാടാണ് സർക്കാരിനുള്ളത്. ഇത് തൊഴിൽ നിയമങ്ങൾക്കെതിരാണ്. ആരും പ്രത്യേകിച്ച് പരാതിയൊന്നും നൽകിയിട്ടില്ല. മാധ്യമങ്ങളിലൂടെ വന്ന പരാതികൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ശമ്പളം കൊടുക്കുന്നില്ല, അവരൊക്കെ ടാർഗറ്റ് പിന്നെ പൂർത്തീകരിക്കാത്ത പേരിൽ ഉപദ്രവിക്കുന്നു, അവരെ വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികളാണ് നടത്തുന്ന തൊഴിലാളികൾക്ക് നേരെ എന്നെല്ലാം ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ലേബർ ഓഫീസർ സ്ഥലത്ത് പോവുകയും പിന്നെ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും എടുത്ത ശേഷം തന്നെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കാര്യം തീരുമാനിക്കും. മിനിസ്റ്റർ, ഇത് സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തനം നടത്തുന്നത്. അതായത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഈ പ്രവർത്തികൾ, ഇത്തരം പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അപ്പോൾ അത്തരത്തിൽ എല്ലായിടത്തും ഇതിലൊരു നടപടിക്ക് വേണ്ട മുൻകൈ എടുക്കാൻ സാധിക്കില്ലേ? സർക്കാർ ഇപ്പോൾ എറണാകുളത്താണല്ലോ പരാതി വന്നിട്ടുള്ളത്. അവിടുത്തെ അന്വേഷണം നടത്തിയ ശേഷം മറ്റു കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. മിനിസ്റ്റർ, ഈ ഒരു വാർത്ത ഇന്ന് രാവിലെ 7 മണിക്ക് ന്യൂസ് മലയാളത്തിലൂടെയാണ് പുറത്തു വന്നത്. അപ്പോൾ താങ്കൾ ഈ ഒരു ആ ദൃശ്യങ്ങളെല്ലാം പൂർണ്ണമായും കണ്ടോ? എത്രമാത്രം വലിയ പീഡനമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആരും പരാതിയും നൽകിയിട്ടില്ല. ടെലിവിഷൻ വാർത്തയിലൂടെ വന്നിട്ടുള്ള വിവരം മാത്രമാണ് നമുക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്.